ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ശക്തമായ പോരാട്ടം നടക്കുവാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. LDFിന് വേണ്ടി CPM ജില്ലാ സെക്രട്ടറിയായ MV ബാലകൃഷ്ണൻ മാസ്റ്ററാണ് മത്സരിക്കുന്നത്. UDFിന് വേണ്ടി മത്സരിക്കുന്നത് സിറ്റിംഗ് MP ആയ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. NDAയ്ക്ക് വേണ്ടി ML അശ്വിനിയാണ് തെരഞ്ഞെടുപ്പ് ഗോതയിലുള്ളത്. പൊള്ളുന്ന ഈ വേനൽ ചൂടിലും ശക്തമായ പ്രചരണ പരിപാടികളുമായി ഈ മൂന്ന് സ്ഥാനാർത്ഥികളും സജീവമായി രംഗത്തുണ്ട്. ഭൂരിഭാഗം പ്രദേശങ്ങളും ഇടതുപക്ഷ ചായ്വുള്ള പ്രദേശങ്ങളായതിനാൽ വർഷങ്ങളായി LDFിൻ്റെ കൈവശമുള്ള മണ്ഡലമായിരുന്നു കാസർഗോഡ്. എന്നാൽ ഈ അപ്രമാദിത്വം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മുന്നിൽ തകർന്നു. 40,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയായിരുന്നു ഉണ്ണിത്താൻ കഴിഞ്ഞ തവണ ചരിത്രം തിരുത്തിയത്. അതേ ആത്മവിശ്വാസവും ഒപ്പം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും മുൻനിർത്തിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. എക്സിറ്റ് പോൾ ഫലങ്ങളും രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പ്രതീക്ഷ ഇരട്ടിപ്പിക്കുന്നു. വർഷങ്ങളായുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആത്മവിശ്വാസമാണ് LDF സ്ഥാനാർത്ഥിയായ MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ കൈമുതൽ. മുൻ ഇടത് MP നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളുമെല്ലാം എണ്ണിപ്പറഞ്ഞാണ് MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. NDAയുടെ സർപ്രൈസ് സ്ഥാനാർത്ഥിയാണ് ML അശ്വിനി. ഊർജ്ജസ്വലതയോടെയുള്ള അശ്വിനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം LDF UDF സ്ഥാനാർത്ഥികൾക്കൊപ്പത്തിനൊപ്പം തന്നെയാണ്. മോദി ഗ്യാരണ്ടിയാണ് അശ്വിനിയുടെ ഉറപ്പ്. ഇത്തരത്തിൽ ശക്തമായ പ്രചരണമാണ് മൂന്ന് സ്ഥാനാർത്ഥികളും കാസർഗോഡ് നടത്തുന്നത്. പതിവ് പോലെ LDF UDF പോരാട്ടത്തിനായിരിക്കും കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം ഇത്തവണയും വേദിയാവുക. ആര് വിജയിക്കുമെന്ന കാര്യം പ്രവചനാതീതമാണ്. കഴിഞ്ഞ 5 വർഷം കാസർഗോഡ് മണ്ഡലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതായും തുടർ വികസനത്തിന് വീണ്ടും ഉണ്ണിത്താൻ വിജയിക്കണമെന്നുമാണ് UDFിൻ്റെ ആഹ്വാനം. അത്തരത്തിൽ മികച്ച പ്രചരണമാണ് UDFിൻ്റെ നേതൃത്വത്തിൽ ഓരോ മുക്കിലും മൂലയിലും നടക്കുന്നത്. കാസർഗോഡ് മാറ്റം അത്യാവശ്യമാണെന്നും ജില്ലയുടെ വികസനം യാഥാർത്ഥ്യമാക്കുവാൻ MV ബാലകൃഷ്ണൻ മാസ്റ്റർ വിജയിക്കേണ്ടത് അത്യാവശ്യമാണെന്നുമാണ് LDF കേന്ദ്രങ്ങളുടെ ആഹ്വാനം. ഇത്തരത്തിൽ LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി മികച്ച പ്രചാരണ പരിപാടികളാണ് ഓരോ ബൂത്ത് കേന്ദ്രങ്ങളിലും നടക്കുന്നത്. ആരാണ് ഒരു ചുവട് മുന്നിൽ എന്ന് പ്രവചിക്കുവാൻ പറ്റാത്തത്രയും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളാണ് MV ബാലകൃഷ്ണൻ മാസ്റ്ററും രാജ്മോഹൻ ഉണ്ണിത്താനും. ജൂൺ 4-ന് വോട്ടെണ്ണി തീരുമ്പോൾ ഇതിൽ ആര് വാഴും ആര് വീഴുമെന്ന് കാത്തിരുന്ന് കാണാം.